മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. വൈശാഖ മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാത്തവർക്ക് മനസ്സിലാക്കി തരാൻ ചെറിയൊരു ശ്രമം നടത്തുകയാണ്. വൈശാഖ മാസത്തിൻ്റെ പ്രാധാന്യം ആർക്കും പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. അത്രയും പുണ്യം നിറഞ്ഞ മാസമാണ്. ആ പുണ്യത്തെക്കുറിച്ച് കുറച്ചെങ്കിലും നമ്മൾ മനുഷ്യർ മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയൊരു ഭാഗ്യം നമുക്ക് നഷ്ടമായി പോകും. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് ആരും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനില്ലാത്തതുകൊണ്ട് അറിയാതെ പോയ ഒരുപാട് മഹത്വമേറിയ കാര്യങ്ങൾ ഹിന്ദു സംസ്കാരത്തിലുണ്ട്. അതറിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളും അതനുസരിച്ച് ജീവിച്ച് നല്ലൊരു തലമുറയെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വൈശാഖ മാസത്തിൻ്റെ പുണ്യം അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് മറക്കില്ല. ആ ഒരു ആദർശത്തെ പിന്തുടർന്ന് ജീവിക്കാൻ തയ്യാറാകും. ലോകം അധപ്പതിച്ചു പോകാതെ നമ്മുടെ സംസ്കാരം നിലനിർത്തി നല്ലൊരു ജനതയെ വാർത്തെടുക്കാൻ നമ്മുടെ ഗുരുക്കന്മാരായ ആചാര്യന്മാർ എഴുതിയും പറഞ്ഞുമൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഭഗവാൻ വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖ മാസം. ഭഗവാൻ വിഷ്ണു എപ്പോഴും നിറഞ്ഞ സ്നേഹമാണ്, കാരുണ്യമാണ്, ആനന്ദമാണ്. ആ ജ്ഞാനസ്വരൂപൻ ലോകരക്ഷയ്ക്കായി ഏറ്റവും കൂടുതൽ അവതാരങ്ങളെടുത്ത മാസമാണ് വൈശാഖ മാസം. ദശാവതാരങ്ങളിൽ രണ്ടാമത്തെ അവതാരമായ കൂർമ്മം, നാലാമത്തെ അവതാരമായ നരസിംഹം, ആറാമത്തെ അവതാരമായ പരശുരാമൻ എന്നീ അവതാരങ്ങളും ദശമഹാവിദ്യകളിൽ എട്ടാമതായ ബഗളാമുഖിയും ഒമ്പതാമതായ മാതംഗി ദേവിയും അവതാരമെടുത്തത് വൈശാഖ മാസത്തിലാണ്. വൈശാഖ ശുക്ല പഞ്ചമിയിലാണ് ശ്രീ ശങ്കര ഭഗവത് പാദർ ജയന്തി. വൈശാഖ ശുക്ല ചതുർദശിയിലാണ് നരസിംഹ ജയന്തി, ശനീശ്വര ജയന്തി, ഗംഗാ സപ്തമി, ശ്രീബുദ്ധ ജയന്തി, അങ്ങനെ ഒരുപാട് പുണ്യാവതാരങ്ങൾ ജന്മമെടുത്ത മാസമാണ് വൈശാഖ മാസം. പത്മാവതി ശ്രീനിവാസ കല്യാണം, വൈശാഖ പൂർണിമ എന്നീ വിശേഷങ്ങൾ കൂടാതെ സകല ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്ന അക്ഷയ തൃതീയയും വരുന്നത് വൈശാഖ മാസത്തിലാണ്. ഭഗവാന്റെ പ്രിയപ്പെട്ട രണ്ട് പ്രധാന ഏകാദശികളും വരുന്നത് വൈശാഖ മാസത്തിലാണ്. വൈശാഖ മാസം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതായതുകൊണ്ട് തൻ്റെ പ്രിയ ഭക്തർക്കായി ഭഗവാൻ ഭഗവതി സമേതനായി ഭൂമിയിൽ തൻ്റെ പ്രിയ ഭക്തരോടൊപ്പം ഉണ്ടാകുമെന്നതാണ് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. തൻ്റെ പ്രിയപ്പെട്ട ഭക്തർക്കായി ഭഗവാനായിട്ട് കനിഞ്ഞു നൽകിയ പുണ്യകാലമാണ് വൈശാഖ മാസം. കാരണം ആ മാസം മുഴുവനും പുണ്യനദികളായ ഗംഗ, യമുന, സരസ്വതി, സിന്ധു, ഗോദാവരി, നർമ്മദ, കാവേരി എന്നീ നദികൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭൂമിയിലെ എല്ലാ ജലാശയങ്ങളിലും വന്നൊഴുകിപ്പോകുന്നു. അത് ബ്രാഹ്മമുഹൂർത്തമായ 3 മണി മുതൽ 2.5 മണിക്കൂർ നേരത്തേക്കാണ്. അപ്പോൾ 3 മണി മുതൽ 5:30 വരെയുള്ള സമയം. ആ സമയം നമ്മുടെ ഗൃഹത്തിലെ ജലാശയങ്ങളിലായാലും കുളിക്കുന്നത് മുജ്ജന്മങ്ങളിലെയും ഈ ജന്മത്തിലെയും പാപങ്ങൾ നീങ്ങാനും കർമ്മബന്ധങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനും സഹായിക്കുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിലുള്ള ഈ സ്നാനം മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കുന്നു. അങ്ങനെ ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും ഉണ്ടാകുന്നു. നല്ല മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും ഉള്ളിടത്തെ നല്ല ചിന്തകളും പ്രവൃത്തികളും ഉണ്ടാവും. നാരദമുനി അംബരീഷ മഹാരാജാവിനോട് വൈശാഖ മാസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, 4 പുണ്യമാസങ്ങൾ ഉള്ളത് കാർത്തിക മാസം, മാർഗശിര മാസം, മാഘമാസം, വൈശാഖ മാസം എന്നീ പുണ്യമാസങ്ങളാണ്. ഇവയിൽ കാർത്തിക മാസത്തിൽ, അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഒരു പുണ്യനദിയിൽ കുളിക്കുന്നത് മറ്റുള്ള മാസങ്ങളിൽ പുണ്യനദികളിൽ കുളിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് പുണ്യവും, അത് മാർഗശിര മാസത്തിലായാൽ, അതായത് ഡിസംബർ ജാനുവരി മാസത്തിലായാൽ 100 മടങ്ങ് പുണ്യവും, അത് മാഘമാസത്തിലായാൽ ഫെബ്രുവരി മാർച്ച് തുടങ്ങിയ മാസങ്ങൾ 1000 മടങ്ങ് പുണ്യവും, വൈശാഖ മാസത്തിലായാൽ ഏപ്രിൽ മെയ് തുടങ്ങിയ മാസങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര കോടി പുണ്യവുമാണ് ലഭിക്കുക. വൈശാഖ മാസം അത്രയ്ക്കും വിശേഷപ്പെട്ടതാണ്. വൈശാഖ മാസത്തിൽ ബ്രാഹ്മണർക്കും ദാഹിക്കുന്നവർക്കും മറ്റു ജീവികൾക്കും ദാഹജലം കൊടുക്കുന്നത് 1000 രാജസൂയ യജ്ഞം നടത്തിയ ഫലം നൽകുമെന്നും ചെരുപ്പില്ലാത്തവന് ചെരുപ്പ് വാങ്ങി നൽകുന്നത് അടുത്ത ജന്മം രാജാവായി ജനിക്കുന്നതിനുള്ള യോഗം നൽകുമെന്നും ആചാര്യന്മാർ പറയുന്നു. വൈശാഖ മാസത്തിൽ ഗോതമ്പ്, അരി, തൈര് സാദം, കുട, ചെരുപ്പ്, വസ്ത്രം, ഗോദാനം, ഭൂമിദാനം, സ്വർണം, വെള്ളി എന്നിവയിൽ ഏതെങ്കിലുമൊക്കെ അവരവർക്ക് കഴിവുള്ളതുപോലെ
ഇല്ലാത്തവർക്ക് ദാനം ചെയ്യുന്നത് കോടി പുണ്യമാണ് നൽകുക. വിഷ്ണുവിന് പ്രിയപ്പെട്ട മാസമായതുകൊണ്ട് മാധവ മാസമെന്നും മധുസൂദന മാസമെന്നുമുള്ള പേരുകളിലും അറിയപ്പെടുന്നു. ലക്ഷ്മിയുടെ ഹൃദയനാഥൻ പതി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ മാധവ എന്ന നാമത്തിലും, മധു എന്ന രാക്ഷസനെ കൊന്ന് ജ്ഞാനമാകുന്ന തേൻ മധു നമുക്ക് നൽകിയവൻ എന്ന അർത്ഥത്തിൽ മധുസൂദനൻ എന്ന പേരിലും, അതായത് തപസ്സനുഷ്ഠിച്ചിരുന്ന ബ്രഹ്മാവിൽ നിന്നും വേദങ്ങൾ മോഷ്ടിച്ച മധുകൈടഭന്മാരെ ഹയഗ്രീവാവതാരം സ്വീകരിച്ച് കൊന്ന് വേദമാകുന്ന അറിവ് നമുക്ക് നൽകിയവൻ മധുസൂദനൻ. അത് നടന്നത് വൈശാഖ മാസത്തിലായിരുന്നു. അതുകൊണ്ട് മാധവ മാസമെന്നും മധുസൂദന മാസമെന്നുമുള്ള പേരിൽ അറിയപ്പെടുന്നു. നരസിംഹ ജയന്തി വരുന്ന അന്ന് വ്രതമെടുത്ത് നരസിംഹസ്തുതികൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷ നൽകും. ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിൽ വാണരുളുന്ന സമയമാണ് വൈശാഖ മാസം. മനുഷ്യരുടെ എല്ലാ ഭാവങ്ങളും രൂപങ്ങളും ഉൾക്കൊണ്ട് മനുഷ്യരുടെ ജീവിതത്തിന് സമമായ രീതിയിൽ ജീവിച്ചു കാണിച്ചു തന്ന ഈശ്വരാവതാരങ്ങളാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും. എപ്പോഴും നമ്മൾ അറിയാതെ വിളിച്ചു പോവാറില്ലേ, എൻ്റെ കൃഷ്ണ, എൻ്റെ കണ്ണ എന്നൊക്കെ. മറ്റെല്ലാ ദേവതമാരോടുള്ളതിനേക്കാളും സ്വാതന്ത്ര്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് കൃഷ്ണ ഭഗവാനോടാണ്. എന്തുകൊണ്ടാണെന്നോ, നമ്മുടെയൊക്കെ സ്വന്തമാണ് ഭഗവാൻ കൃഷ്ണൻ. കുറുമ്പ് കാണിക്കുന്ന ഉണ്ണിക്കണ്ണനായും യൗവന ചപലതകളോടെ രാധയോടൊത്ത് കളിയാടുന്ന ശ്യാമവർണ്ണനായും രുക്മിണി ദേവിയോടൊപ്പം ഗൃഹഭരണം നടത്തുന്ന ഗൃഹനാഥനായും തൻ്റെ പ്രിയ കൂട്ടുകാരനെ ഒരിക്കലും മറക്കാതെ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ആത്മസുഹൃത്തായും സ്ത്രീയുടെ മാനം കാക്കുന്ന രക്ഷാധികാരിയായും യുദ്ധകാലത്ത് തളർന്നുപോയ അർജുനനെ വേണ്ട ഉപദേശം നൽകി ധൈര്യവാനാക്കുന്ന തിരിച്ചറിവ് നൽകുന്ന ഗുരുവായും അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുന്ന ഗോപാലനായും വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലെന്ന് തൻ്റെ ജീവിതാവസാനം കൊണ്ട് കാണിച്ചു തന്ന ലോകമഹാഗുരുവാണ് ശ്രീകൃഷ്ണാവതാരമായി വന്ന ഭഗവാൻ വിഷ്ണു. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ പുണ്യമാസമാണ് വൈശാഖ മാസം. മേടത്തിലെ അമാവാസി കഴിഞ്ഞ് അടുത്ത ദിവസം മുതൽ ഇടവത്തിലെ അമാവാസി വരെയാണ് വൈശാഖ മാസം അഥവാ മാധവ മാസം. ഇടവത്തിലെ അമാവാസി അഥവാ വൈശാഖ വാവ് തിരുനാവായിൽ വളരെ പ്രധാനമാണ്. ഈ വർഷം അതായത് 2025 വൈശാഖ മാസം വരുന്നത് ഏപ്രിൽ 28 മുതൽ മെയ് 26 വരെയാണ്. വളരെയേറെ പുണ്യം നിറഞ്ഞ വൈശാഖ മാസത്തിൽ ഒരുപാട് വിശേഷ ദിവസങ്ങളുമുണ്ട്. ഏപ്രിൽ 29 ചൊവ്വാഴ്ച പരശുരാമ ജയന്തി, ഏപ്രിൽ 30 ബുധൻ ബലരാമ ജയന്തിയും അക്ഷയ തൃതീയയും, മെയ് 2 വെള്ളിയാഴ്ച ശ്രീ ശങ്കരാചാര്യ ജയന്തി, മെയ് 6 ചൊവ്വാഴ്ച തൃശ്ശൂർ പൂരം, മെയ് 8 വ്യാഴാഴ്ച മോഹിനി ഏകാദശി, മെയ് 11 ഞായറാഴ്ച നരസിംഹ ജയന്തി, മെയ് 12 തിങ്കളാഴ്ച ബുദ്ധപൂർണിമ, മെയ് 23 വെള്ളിയാഴ്ച അപര ഏകാദശി, മെയ് 24 ശനിയാഴ്ച കൂർമ്മ ജയന്തി, മെയ് 26 തിങ്കളാഴ്ച വൈശാഖ മാസ അമാവാസി. ഈ പുണ്യമാസം വളരെ ഭക്തിയോടുകൂടി അതിരാവിലെ സ്നാനം ചെയ്ത് നാമജപവും ധ്യാനവും വ്യായാമവും ഒക്കെ ചെയ്ത് വ്രതത്തോടുകൂടി, വ്രതമെന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉപേക്ഷിച്ചിട്ടല്ല, വളരെ നല്ല പഴങ്ങളും പച്ചക്കറികളും ഫ്രൂട്ട് ജ്യൂസും ഒക്കെ കഴിച്ച് നല്ല ജീവിതം നയിക്കുന്നത് വഴി നമുക്ക് മാനസികമായും ശാരീരികമായും നല്ല ഉയർച്ച നേടാൻ സാധിക്കും. എല്ലാവർക്കും നല്ല മനോനിയന്ത്രണത്തോടുകൂടി വൈശാഖ മാസം യഥാവിധി ആചരിച്ച് എല്ലാ രീതിയിലും ഉന്നതമായ ചിന്തകളോടുകൂടിയ ആരോഗ്യത്തോടുകൂടിയ നല്ലൊരു ധന്യമായ ജീവിതം സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാധവ മാസം ഭഗവാൻ തൻ്റെ ഭക്തർക്കായി കനിഞ്ഞരുളിയ മാസം. ഇനിയും ഒരുപാട് മഹാത്മ്യങ്ങളുണ്ട്. അത് ഇനിയൊരവസരത്തിലാവാം. എന്തായാലും നമുക്കെല്ലാവർക്കും പ്രഭാത സ്നാനം നടത്തി പൂജകൾ ചെയ്ത് ഭഗവത് നാമങ്ങൾ ചൊല്ലി ദാനധർമ്മങ്ങൾ ചെയ്ത് നല്ല പ്രവൃത്തികൾ ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ നേടാം. ഓം നമോ ഭഗവതേ വാസുദേവായ.